മുതുകുളം ഉമ്മർമുക്ക് ചക്കിലിക്കടവ് റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. എഗ്രിമെന്റ് വെച്ച് 3 മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. റോഡിലെ വെള്ളക്കെട്ടിൽ വയോജനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. റേഷൻ കടയിൽ പോയാൽ റേഷൻ മേടിച്ചുകൊണ്ട് എവിടെ തലയെ വെച്ച് ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം മൂക്കും കുത്തി താഴെ വീണു, അരിയെല്ലാം തറയെ പോയി. ആരോട് പറയാനാണ്? ഇവിടെ വന്നപ്പോൾ ആക്റ്റീവാണ് അവിടെ ഇരിക്കുന്നത് റേഷയുടെ വാതിക്കൽ. ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളത്തിൽ വന്ന് തിരിച്ചു വന്ന 2 വീലും ജാമായി അവിടെ വെച്ചിരിക്കുകയാണ്, നടന്നു പോവുകയാണ്. ഞങ്ങൾ അധിക കാലം കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ നടന്ന് രോഗങ്ങൾ വരെ പിടിച്ച് ചികിത്സ കഴിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും ഈ വെള്ളത്തിൽ കൂടെ ഉരുണ്ട് വീഴുക വെള്ളത്തിനകത്ത് അയ്യാത്ത അമ്മമാരൊക്കെ. മുതുകുളം ഉമ്മർമുക്ക് ചക്കിലിക്കടവ് റോഡ് തകർന്നു കിടന്നിട്ട് മാസങ്ങൾ പിന്നിടുന്നു. ഡാണാപ്പടി കായംകുളം റോഡിലെ പ്രധാന പോക്കറ്റ് റോഡുകളിൽ ഒന്നാണ് ഉമ്മർമുക്ക് ചക്കിലിക്കടവ് റോഡ്. കുരുമ്പകര ക്ഷേത്രം, കുരുമ്പകര UP സ്കൂൾ, റേഷൻ കടകൾ ഉൾപ്പെടെ ആറാട്ടുപുഴ കിഴക്കേക്കരയിലെയും മുതുകുളം പഞ്ചായത്തിന്റെ പടിഞ്ഞാറേ ഭാഗങ്ങളിലുള്ള ജനങ്ങളും മുതുകുളം ഭാഗത്തേക്കെത്താൻ ഉപയോഗിക്കുന്ന പ്രധാന റോഡാണിത്. എൻ്റെ പേര് തമ്പാൻ. ഞാൻ ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. എൻ്റെ അടുത്ത വീട്ടിലുള്ള പുള്ളി ഇന്നലെ രാവിലെ 11 മണിക്ക് വന്ന് ഈ കുഴിക്കകത്ത് വീഴുക ചെയ്തു. 70 വയസ്സുള്ള ആളാണ്. വീണിട്ട് അവസാനം പുള്ളി അവിടുന്ന് നാട്ടുകാരോട് പൊക്കിയെടുത്ത് കൊണ്ടുപോയത്. പേര് സരിത എന്നാണ്. ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്. 2-3 വർഷത്തിന് മേലോട്ട് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. ഞങ്ങൾ പഞ്ചായത്തിലും അവിടെ എല്ലാം പറയേണ്ടടുത്ത് ഞങ്ങളുടെ മെമ്പറിനോടും എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലോ വണ്ടിയൊക്കെ കംപ്ലൈൻറ്റ് ആകുക. ഇപ്പോൾ തന്നെ ഞങ്ങൾ റേഷൻ കടയിൽ പോകണമെങ്കിൽ വെള്ളം ഇറക്കണം ആ അവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. പഞ്ചായത്തിൽ നിന്നായാലും ഒരു മനുഷ്യനും ഒരു സ്ഥാനത്തെല്ലാം വോട്ടും ചെയ്ത് മേടിച്ച് ജയിച്ചു പോകും. ഒരു കാര്യങ്ങളും അവർ ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല. കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. റോഡിനായി ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തലയുടെ ഇടപെടലിൽ 1 കോടി രൂപ അനുവദിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് ടെൻഡർ നടപടി പൂർത്തിയാക്കി എഗ്രിമെന്റ് ഒപ്പുവെച്ച് 3 മാസം പിന്നിട്ടിട്ടും കരാറുകാരൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. എൻ്റെ പേര് സുരേഷ് ബാബു. മഴയ്ക്ക് മുമ്പേ തന്നെ ഈ റോഡ് ആകെ താറുമാറായി കിടക്കുക. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് ഒട്ടും നടന്നു പോലും പടിഞ്ഞോട്ട് പോകാനൊക്കാത്ത ഒരു സാഹചര്യമായിപ്പോയി. കുഴിയിൽ കൂടെ ഈ റോഡിൽ കൂടെ കടന്ന് ഓടിക്കഴിയുമ്പോൾ വണ്ടിക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ എന്തുവാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. കുളവാണ്. ഒരു 50 രൂപയുടെ ഓട്ടം പോയാൽ 100 രൂപയുടെ പെട്രോൾ ചിലവാക്കണം. ആ രീതിയാണ്. ഇപ്പോൾ ഈ റോഡിൽ കൂടെ ഒക്കെ പോയി ഉരുണ്ട് വീഴുക. നമ്മൾ വെള്ളമുള്ള സമയത്ത് കുഴി ഏതാ റോഡ് ഏതാന്ന് മനസ്സിലാകാൻ പറ്റാത്ത രീതിയാണ്. 21/3/2025 കരാറിലേർപ്പെട്ട റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണ കാലാവധി ഈ വർഷം ഡിസംബർ 20 അവസാനിക്കും. റേഷൻ കടയിൽ പോയാൽ റേഷൻ മേടിച്ചുകൊണ്ട് എവിടെ തലയെ വെച്ച് ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഒരു ദിവസം മൂക്കും കുത്തി താഴെ വീണ്, അരിയെല്ലാം തറയെ പോയി. ആരോട് പറയാനാ? ഇവിടെ എത്ര നാളായി ഇവിടെ എല്ലാം അനുവദിച്ച് കിടക്കുകയെന്ന് പറഞ്ഞ് ഇതുവരെ അത് ശരിയായിട്ടില്ല. ചക്കിലിക്കടവ് വരെയുള്ള റോഡിൽ ഏതാണ്ട് കർത്തേരി ഭാഗം വരെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 വർഷത്തോളമായി. മുതുകുളം വടക്ക് ഉമ്മർമുക്ക് ചക്കിലിക്കടവ് റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുതുകുളം പഞ്ചായത്ത് കമ്മിറ്റി സത്യത്തിൽ ഇപ്പോഴും സമരമുഖത്ത് തന്നെയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പേരിൽ ഒരു ഫ്ലെക്സ് ബോർഡ് ഉമ്മർമുക്ക് സ്ഥാപിക്കുകയുണ്ടായി. ഇതാണ് ആ ബോർഡ്. 1 കോടി രൂപ അനുവദിച്ചെന്ന് പറയുമ്പോൾ പോലും 1 ലോഡ് ഗ്രാവൽ പോലും ഈ റോഡിൽ ഇറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എൻ്റെ പേര് മിനി എന്നാണ്. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല. നടന്നു പോകാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. എൻ്റെ പേര് വിശ്വമോഹൻ എന്നാണ്. ഞാൻ റേഷൻ കടയിൽ വന്നതാണ് രാവിലെ. ഇവിടെ വന്നപ്പോൾ ആക്റ്റീവാണ് അവിടെ ഇരിക്കുന്നത് റേഷയുടെ വാതിക്കൽ. ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളത്തിൽ വന്ന് തിരിച്ചു വന്ന 2 വീലും ജാമായി അവിടെ വെച്ചിരിക്കുകയാണ്, നടന്നു പോവുകയാണ്. ഈ വർക്കിന്റെ എസ്റ്റിമേറ്റിൽ ഓട നിർമ്മാണം ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയായാലും വെള്ളക്കെട്ടുകൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. 15 വർഷം മുമ്പ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡാണ്. പക്ഷേ അന്നും ഓടയില്ലാതെ വളരെ നീട്ടി 6 മീറ്റർ വീതിയിൽ അങ്ങ് ടാർ ചെയ്ത് കാരണം വളരെ പെട്ടെന്ന് തന്നെ ആ റോഡ് നശിക്കുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള നീരൊഴുക്ക് ഒരു ചെറിയൊരു കലുങ്ക് പോലുള്ളതായിരുന്നു റോഡിന് കുറേ. ആ കലുങ്ക് ഇടിഞ്ഞു താഴുകയും തൊട്ടടുത്തുള്ള വസ്തുക്കാർ ഒരു തോട് പോലുള്ളത് നികത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്റ്റിമേറ്റിനകത്ത് ഓടയില്ല. ഒരു റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഒന്നുകിൽ ആ റോഡ് എൻ്റെ തൊട്ടടുത്ത വാർഡുകളിലുള്ള വാർഡ് മെമ്പർമാരെയോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ പ്രദേശവാസികളോടോ ആ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി, ആ റോഡിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ അവസ്ഥ അറിയാവുന്നവരോട് മാത്രം അറിഞ്ഞിട്ട് വേണമായിരുന്നു എസ്റ്റിമേറ്റ് എടുക്കാൻ. ഈ സ്കൂളും അമ്പലവും ഒക്കെ ഉള്ളിടത്ത് കുട്ടികൾ ആകപ്പാട് ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. അതിന് ശാശ്വത പരിഹാരം കാണുവാൻ പഞ്ചായത്ത് അധികാരികളും അതുപോലെ വേണ്ടപ്പെട്ടവരും കണ്ണു തുറക്കണമെന്ന് അറിയിക്കുക. കാലിന് സ്വാധീനമില്ലാത്ത എനിക്ക് ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ്. ഞാൻ വേറെ വഴി അന്വേഷിച്ചാ പോകുന്നത്. എൻ്റെ പേര് ഇന്ദിര. ഞാൻ പ്രദേശവാസിയാണ്. ഞങ്ങൾ അധിക കാലം കൊണ്ട് ഈ വെള്ളത്തിൽ കൂടെ നടന്ന് രോഗങ്ങൾ വരെ പിടിച്ച് ചികിത്സ കഴിയാണ്. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും ഈ വെള്ളത്തിൽ കൂടെ ഉരുണ്ട് വീഴുക വെള്ളത്തിനകത്ത്
വയ്യാത്ത അമ്മമാരൊക്കെ. അടിയന്തരമായി വെള്ളക്കെട്ട് രൂപപ്പെട്ട ഭാഗങ്ങളിലെങ്കിലും കുഴികളടച്ച് താൽക്കാലികമായി യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പൊ അങ്ങനെ ഇവിടുത്തുകാരെല്ലാവരും ഇപ്പൊ ഈ ഉമ്മറമുക്കിനോട്ടുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട് അവർ പല ഭാഗത്തൂടൊക്കെ കടന്നു പോവുക. അത് വലിയൊരു വിഷമസ്ഥിതിയിൽ നാട്ടുകാർ എത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു സമരപരിപാടിയിലേക്ക് ആൾക്കാരെല്ലാവരും കൂടെ നീങ്ങണമെന്ന് ഇങ്ങനെ ഒരു ജനകീയ സമിതി ഉണ്ടാക്കിക്കൊണ്ട് നീങ്ങാനുള്ള ആലോചനയുണ്ട്. ഉമ്മറമുക്കിന് പോകണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ചൂളത്തെരുവിൽ ചെന്ന് കിഴക്കോട്ട് പോകും, അതല്ലെങ്കിൽ വെട്ടത്തുമുക്കിന് ചെന്ന് കിഴക്കോട്ട് വന്ന് തട്ടാരുമുക്ക് വഴിയാണ് ഉമ്മറമുക്കിന് വരുന്നത്. ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട MLA ക്ക് അപേക്ഷ കൊടുക്കുകയും MLA ഉടൻ തന്നെ 1 കോടി രൂപ ഇതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് കയറി വന്ന മഴ കാരണമാണ് ഇത് പണി നടക്കാതെ വന്നത്. ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ടാണ്. കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ വർക്ക് ആരംഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് പ്രധാന കാരണം എന്താണ്? ആ ജനങ്ങളാണ് വസ്തുക്കളെല്ലാം നിലങ്ങളെല്ലാം നികത്തി പുരയിടങ്ങളാക്കി, അതുപോലെ തന്നെ റോഡിലേക്ക് കിടക്കുന്ന വൃക്ഷങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞാൽ അവർ വെട്ടത്തില്ല. അപ്പൊ ജനങ്ങളും ഇതിനകത്തിലെ പങ്കാളികളാണ്. ഈ റോഡ് തുക അനുവദിച്ചു. അതിന് 2 ഫ്ലെക്സുകളൊക്കെ MLA ഫോട്ടോ വെച്ച് ഞങ്ങൾ വെച്ചു. അപ്പോൾ അതിനുശേഷവും ഇവിടെ വിമർശനം ഉണ്ടായി, റോഡുകൾ എളുപ്പം നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഇതിൽ ഞങ്ങളെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ MLA പോയി കാണുകയും അദ്ദേഹം ഈ കോൺട്രാക്ടറെ വിളിച്ച് സംസാരിക്കുകയും ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്ടറെ വിളിച്ചു. എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കും, ഇത് ചെയ്യും എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് മുതുകുളം പഞ്ചായത്താണ് ഇവിടെയാണ് LDF ആണ് ഭരിക്കുന്നത്. ഈ LDF ഭരിക്കുന്ന മുതുകുളം പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഗ്രാമ റോഡുകൾ പോലും MLA ഫണ്ട് വെച്ചാണ് ചെയ്യുന്നത്. സത്യത്തിൽ MLA ക്ക് ആ ഫണ്ടുകൾ ചെയ്യേണ്ട കാര്യമില്ല. അതായത് പഞ്ചായത്തിൽ നിന്നും ഫണ്ട് എടുത്താണ് റോഡുകൾ ചെയ്യേണ്ടത്. ഈ മുതുകുളത്ത് അരിപ്പാട് നിയോജക മണ്ഡലത്തിലും MLA ചെയ്യുന്ന ഫണ്ടുകൾ അതായത് പഞ്ചായത്തിൽ ആര് ഭരിച്ചാലും അദ്ദേഹത്തിൻ്റെ ഫണ്ട് കൊണ്ടാണ് ഈ റോഡുകളെല്ലാം റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടിട്ട് ഇത് തോടാണെന്നാരും തെറ്റിദ്ധരിക്കണ്ട. ഇതും ഒരു റോഡായിരുന്നു. ഉമ്മറമുക്ക് ചക്കിലിക്കടവ് റോഡ്. കുറച്ച് മാസങ്ങളായി ഈ സ്ഥിതി ഇവിടെ തുടരുന്നു. ഇനിയും ഉടൻ തന്നെ അധികാരികൾ ഇടപെട്ട് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി നൽകുവാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ ജയചന്ദ്രനോടൊപ്പം P. ദിനുമോൻ, I24 ന്യൂസ്.